ഈശോ മിശിഹായിക്ക് സ്തുതി ആയിരിക്കട്ടെ. ഹല്ലേലൂയാ. പ്രിയമുള്ള സഹോദരങ്ങളെ, സുഖമാണല്ലോ അല്ലേ? കുഞ്ഞുങ്ങളെ, ആർ യു ഹാപ്പി? പ്രൈസ് ദി ലോർഡ്. കുഞ്ഞുങ്ങളെ വിളിച്ചപ്പോൾ കാറ്റൊക്കെ ഇങ്ങനെ വീശിക്കൊണ്ടിരിക്കുകയാണ്. കുഞ്ഞുങ്ങളെ യേശോയ്ക്ക് വലിയ ഇഷ്ടമാണ് കേട്ടോ. ഇന്ന് 2-3 കാര്യങ്ങൾ അറിയിക്കാനായിട്ടുള്ളത്. ഒന്ന്, ഇന്നലെ ഞാൻ കഴിഞ്ഞ ദിവസം ഡോക്ടറുടെ പറഞ്ഞായിരുന്നല്ലോ, കുറവിലങ്ങാട് പിന്നെ 23-ാം തീയതി ശനിയാഴ്ച ഒരു ഏകദിന കൺവെൻഷൻ രാവിലെ 8:30 to 1 മണി വരെ, അതേപോലെ തന്നെ വൈകുന്നേരം അത് 5 മണി മുതൽ 8:30 വരെ അങ്ങനെ സമയത്ത് ക്രമീകരിച്ചൊരു കാര്യം. അപ്പോൾ ചില ആൾക്കാർ മെസ്സേജ് ഇട്ട് ചോദിച്ചത് എല്ലാവർക്കും വരാവുന്നതാണോ? ഇനി സെമിനാർ വിദ്യാർത്ഥി അങ്ങനെ പൊതുജനങ്ങൾക്ക് എല്ലാ കുടുംബാംഗങ്ങൾക്കും ഉള്ളത് തന്നെയാണ് കേട്ടോ, അതറിയിക്കുന്നു. പിന്നെ അതേപോലെ തന്നെ രണ്ടാമത്തെ ഒരു കാര്യം അറിയിക്കാനുള്ളത്, അതിന്റെ കാർഡ് ഇന്ന് ഇപ്പോൾ ഷെയർ ചെയ്യാം. നമുക്ക് അഭിഷേകാനന്ദ സിസ്റ്റേഴ്സിന്റെ മിസ്ബാർ റിന്യൂവൽ സെന്റർ വാഴക്കുളത്ത് അവിടെ വെച്ചിട്ട് ഈ ടീൻസിന്റെ ധ്യാനം നടക്കുന്നുണ്ട്. അത് 4-ാം തീയതി മുതൽ 7-ാം തീയതി വരെ അവധിയാണ് കേട്ടോ. കുഞ്ഞുങ്ങളെ കണ്ട പപ്പയോടും മമ്മയോടും പറഞ്ഞ് എന്നെ വിടണമെന്ന് പറഞ്ഞു കേട്ടോ. 4-ാം തീയതി മുതൽ 7-ാം തീയതി വരെയാണ്. അപ്പൊ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ബുക്കിംഗ് തീരും കുട്ടികളുടെ ആയതുകൊണ്ട്. പിന്നെ 8ാം ക്ലാസ് മുതൽ 11ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കാണ്. അപ്പൊ അതിന്റെ കാരണം ഞാൻ ഇട്ടേക്കാം. വേഗം തന്നെ ഇന്നിപ്പോ ടോക്ക് കഴിഞ്ഞിട്ട് നാളെ രാവിലെ 9 മണിക്കാണ് ഓഫീസർ ഫോൺ എടുക്കുള്ളൂ. അപ്പോൾ വിളിച്ച് ബുക്ക് ചെയ്തോ വാഴക്കുളത്ത് വെച്ച് കേട്ടോ. പിന്നെ അടുത്ത കാര്യമുള്ളത്, നമുക്കറിയാം ഇനി 100-ാമത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് മക്കളില്ലാത്ത ദമ്പതികൾക്ക് വേണ്ടി, അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ ജന്മം നൽകാൻ ഒരുങ്ങുന്നവർക്ക് വേണ്ടിയിട്ടൊക്കെയുള്ള ശുശ്രൂഷകളാണ്. അപ്പൊ അതിനുള്ള ഒരു 2-3 സാക്ഷ്യങ്ങളായിരിക്കും ഈ ദിവസം വായിക്കുന്നത്. നാളെ മറ്റന്നാളും സാക്ഷ്യങ്ങൾ വായിച്ച് ലാസ്റ്റ് ദിവസം നമ്മൾ എല്ലാവരും കൂടി ഒരുങ്ങി മക്കളില്ലാത്ത ദമ്പതികൾക്കുള്ള പ്രാർത്ഥനയൊക്കെ നമുക്ക് ഒരുമിച്ച് നമുക്ക് ചെയ്യാം. അപ്പൊ ഇതേപോലത്തെ സാക്ഷ്യങ്ങൾ നിങ്ങൾ വരുന്ന ആളുകൾ കേൾക്കാനായിട്ട് വരും. ഇനി ഞാനിപ്പോൾ ഒരു സാക്ഷ്യം വായിക്കാം. എന്റെ പേര് ഗീതു എന്നാണ്. ഞാൻ കോട്ടയത്ത് കത്തെഴുതുന്നത്. ബിനോയച്ചന്റെ പൂർണ്ണ കുടുംബാംഗങ്ങളാണ്. ജോലി അന്വേഷിക്കുന്ന കാലത്ത് ജോലി ലഭിക്കാനും, അതിനുശേഷം വിവാഹം ആലോചിക്കാൻ തുടങ്ങിയ കാലത്ത് വിവാഹം വഴി നല്ലൊരു ജീവിത പങ്കാളി ലഭിക്കാനും ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചതിന്റെ ഫലമായി നല്ലൊരു ജോലിയും നല്ലൊരു കൃപയുള്ള ജീവിത പങ്കാളിയും നൽകി ദൈവം അനുഗ്രഹിച്ചു. ഈ 5 മിനിറ്റ് ടോക്ക് കേൾക്കാൻ തുടങ്ങിയതിൽ പിന്നെ ലൈഫിലൊരു സഡൻ ബ്ലെസ്സിങ് വേണമെന്ന് തോന്നി, അത് പെട്ടെന്നൊരു ആശീർവാദം വേണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ, പെട്ടെന്നൊരു സങ്കടം വന്നാൽ ഞാൻ ഈ ടോക്ക് കേട്ടുകണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. എത്രയോ വലിയൊരു അനുഗ്രഹമാണ് അല്ലേ സഹോദരങ്ങളെ ചെയ്യുന്നതല്ലേ. ഈ ടോക്കിലെ ഈശോ എനിക്കും എന്റെ കുടുംബത്തിന് നൽകിയ ഒരു വലിയ കാര്യം, അനുഗ്രഹത്തിന് സാക്ഷ്യം പറയാൻ ഞാൻ ഈ കത്തെഴുതുന്നത്. ഞങ്ങൾ വിവാഹം 2021 ജാനുവരി നടന്ന് വിവാഹം കഴിഞ്ഞിട്ട് 3 വർഷമായിട്ടും ഞങ്ങൾക്ക് മക്കളുണ്ടാകുന്നില്ല. ആഗ്രഹിച്ചെങ്കിലും മക്കൾ അങ്ങനെ ഒരുപാട് സങ്കടപ്പെട്ടിരിക്കുമ്പോഴാണ് 2024 ജാനുവരി 1 1999-ാമത്തെ എപ്പിസോഡിൽ അച്ഛൻ പുതുവർഷ ബ്ലെസ്സിങ്ങും ഒപ്പം മക്കളില്ലാത്ത ദമ്പതികൾക്ക് പ്രഗ്നന്റ് ലേഡീസിനുള്ള ബ്ലെസ്സിംഗ് ആയിരുന്നു. എന്ന് പറഞ്ഞാൽ ഈ 3 ദിവസം കഴിഞ്ഞിട്ട് വരാൻ പോകുന്ന ആശീർവാദം പോലെ ന്യൂ ഇയറിൽ ആദ്യ ദിവസം തന്നെ ഈ ബ്ലെസ്സിംഗ് കിട്ടിയതുകൊണ്ട് എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തും 5 മിനിറ്റ് ടോക്ക് കൂടിയും സൺഡേയിൽ അഭിഷേകത്തിൽ പങ്കെടുത്തും തിങ്കളാഴ്ചകൾ അഭിഷേകത്തിന്റെ ഫ്രൂട്ടോമേരി സൂം മീറ്റിംഗിൽ പങ്കെടുത്തും ഒരു കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞാൻ എന്റെ ജീവിതങ്ങൾ തീരുമാനിച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടം. നിങ്ങൾ നോക്കിയേ ആ ഓർഡർ നോക്കിയേ, എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയ്ക്ക് പോവാ. ഒരു പുതുവർഷത്തിലെടുത്തൊരു തീരുമാനം. ഇനി പുതുവർഷമാകാൻ നോക്കിയിരിക്കണം, നാളെ മുതൽ എടുത്തോ കേട്ടോ. പിന്നെ 5 മിനിറ്റ് ടോക്ക് കൂടുക, അത് ജീവിതത്തിന്റെ ഭാഗമായി, ജീവിതത്തിൽ ഒരു ഹാബിറ്റായി. ഞായറാഴ്ച അഭിഷേകാന്തി. പിന്നെ ഇതൊന്നും നിങ്ങൾ ഉദ്ദേശിക്കണം, ഈ ഫ്രൂട്ടോമേരി ശുശ്രൂഷ ശരിക്കും പറഞ്ഞാൽ വലിയൊരു അനുഗ്രഹമാണ് ഷേൻസിന്റെ സൂം മീറ്റിംഗിൽ. അപ്പൊ അതും നിങ്ങൾക്ക് ഞാൻ ഇടുന്ന നമ്പറിൽ വിളിച്ചു ചോദിച്ചാൽ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ കിട്ടും കേട്ടോ. അങ്ങനെ തന്നെ പങ്കെടുത്തൊരു കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചു. ആ സമയത്ത് ബിനോയച്ചന് വാട്സപ്പ് വഴി പ്രാർത്ഥന സഹായം ചോദിക്കുകയും ചെയ്തിരുന്നു. ദൈവകരുണയാല് ആ മാസങ്ങളിൽ തന്നെ ഞാൻ കൺസീവായി. 2025 ഫെബ്രുവരി 20 മെയ്യിൽ കൺസീവായി. അത് തന്നെ ആരോഗ്യമുള്ളൊരു പെൺകുഞ്ഞിനെ കർത്താവ് നൽകി അനുഗ്രഹിച്ചു. ഞാൻ പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് ഡെയിലി 5 മിനിറ്റ് ടോക്കിന്റെ കൂടെ ഏതെങ്കിലും 2 100-ാമത്തെ എപ്പിസോഡ് കണ്ട ആരോഗ്യമുള്ള കുഞ്ഞിന് വേണ്ടിയും നോർമൽ ഡെലിവറിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. എന്റെ ഈശോ ഈ 2 നിയമങ്ങളും സാധിച്ചു തന്നു. ബിനോയച്ചൻ പറയുന്ന പോലെ ദൈനംദിന ജീവിത പ്രശ്നങ്ങൾ ഇടപെടുന്നവനായ നമ്മുടെ ഈശോ 5 മിനിറ്റ് ടോക്കിലൂടെ നൽകിയ വലിയ അനുഗ്രഹത്തെ ഞങ്ങൾ കുടുംബസമേതം നന്ദി അർപ്പിക്കുന്നു. എല്ലാ കുടുംബാംഗങ്ങൾക്കും. അതാണ് ദൈനംദിന ആവശ്യങ്ങളിലാണ് ഈശോയുടെ ഒരു ഇടപെടലാണ്. അതാണ് നമ്മുടെ ഒരു ദൈവപരിപാലനയിലേക്ക് പോകാന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഇനിയിപ്പോൾ എന്തായാലും പ്രത്യേക നിയമങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ല. ഇന്നത്തെ പ്രാർത്ഥന ആശീർവാദം എന്ന് പറയുന്നത് പൊതുവായിട്ടൊരു ആശീർവാദം എന്ന് പ്രാർത്ഥിക്കും. ഇന്നത്തെ നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് ഓസിയ പ്രവചനത്തിൽ 5-ാമത്തെ അധ്യായത്തിൽ അതിന്റെ 4-ാമത്തെ തിരുവചനമാണ്. തലക്കെട്ട് കൊടുത്തിരിക്കുന്നത് തിരിച്ചുവരവ് അത്ര എളുപ്പമല്ല എന്നുള്ളതാണ്. വചനം ഇതാണ്: തങ്ങളുടെ ദൈവത്തിന്റെ അടുക്കലേക്ക് തിരികെ പോകാൻ അവരുടെ പ്രവർത്തികൾ അവരെ അനുവദിക്കുന്നില്ല. കാരണം വ്യഭിചാര ദുർബോധം അവരുടെ കുടികൊള്ളുന്നു. അവർ കർത്താവിനെ അറിയുന്നുമില്ല എന്ന് വചനമാണ്. എന്നെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പഴയ നിയമത്തില്
പ്രത്യേകിച്ച് 1-ാം പ്രമാണ ലംഘനത്തോടൊക്കെ അനുബന്ധിച്ചുള്ള ചില തിരുവചന ഭാഗങ്ങളാണ് അവിടെ പറയുന്നത്. പ്രത്യേകിച്ച് 1-ാം പ്രമാണ ലംഘനം, 6-ാം പ്രമാണ ലംഘനം, അങ്ങനത്തേക്കുള്ള പാപത്തിന് അടിമപ്പെട്ട് പോകുമ്പോൾ സംഭവിക്കുന്ന ചില കാര്യത്തെക്കുറിച്ച് വചനം വെളിപ്പെടുന്നതാണ്. കാര്യം ഈ മദ്യപാനം നിർത്തണമെന്ന് ആഗ്രഹമുണ്ട്, തെറ്റായ ബന്ധങ്ങൾ നിർത്തണം, അല്ലെങ്കിൽ വ്യഭിചാരം നിർത്തണമെന്ന്, അല്ലെങ്കിൽ എന്താ പറയണത്, മന്ത്രവാദം കൂടത്തിലൊക്കെ പോകുന്നത് നിർത്തണം, അല്ലാന്നുണ്ടെങ്കിൽ എന്താ പറയാ, പിന്നെ ശരീരത്തിന് തഴക്കദോഷങ്ങൾ, ഹോമോസെക്ഷൽ, അങ്ങനത്തെ ഒക്കെ നിർത്തണമെന്ന് ആഗ്രഹമുണ്ട്. അതാണ് തങ്ങളുടെ ദൈവത്തിന്റെ അടുക്കലേക്ക് തിരികെ പോകണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും പറ്റുന്നില്ല. കാരണം ആ പാപത്തിന്റെ ദുരാത്മാവ്, ആ പാപത്തിന്റെ അടിമത്തം, ആ പാപത്തിന്റെ ആ പിശാച് അവരെ അടിമപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് യോഹന്നാൻ 8 പറയുന്നത് പാപം ചെന്ന് പാപത്തിന്റെ അടിമയാണ്. റോമ 6 കിടക്കുന്നുണ്ട്. അതായത് അവരിൽ പ്രവർത്തിക്കുന്ന പിന്നെ നിങ്ങൾ ഏതൊരു പാപത്തെ നിങ്ങൾ അവന്റെ അടിമയാണ്, അടിമപ്പെടുത്തുകയാണ്, അടിമപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. 2 തിമോത്തിയിലും അതിനുണ്ട്. പിന്നെ പിശാച് തന്റെ ഇഷ്ട നിർവഹണത്തിന് അവന്റെ അടിമകളാക്കി വെച്ചിരിക്കുക. അപ്പോൾ അതുകൊണ്ട് എന്റെ സഹോദരങ്ങൾ, ഏതെങ്കിലും ഒരു പാപം ഒരുപാട് ആവർത്തിച്ച് ആ പാപത്തിന്റെ ആത്മാവിന്റെ അടിമത്ത വ്യക്തിയിലുണ്ട്. അപ്പൊ നമ്മള് ഒരു കാലിൽ കയറ് കെട്ടിയിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ പോകാൻ പറ്റണേ? പോകണമെന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷെ പോകാൻ പറ്റാതെ ആ പ്രവർത്തി, അതാണ് തങ്ങളുടെ ദൈവത്തിന്റെ അടുക്കലേക്ക് തിരികെ പോകാൻ അവരെ പ്രവർത്തികൾ അവരെ അനുവദിക്കുന്നില്ല, ഈ പാപപ്രവർത്തി അവരെ അനുവദിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ടാണ് തിരിച്ചു പറഞ്ഞത്, ദൈവസഹായം വേണം. അതാണ് ഓർത്തുപത്രം ചെയ്യുന്നല്ലേ, പിതാവേ എന്നെ ഒന്ന് സഹായിക്കണമെന്ന് പറഞ്ഞ് കരഞ്ഞു നിറവുള്ളൂ. അതാണ് ഹോസിയ 12:6 പറയുന്നത്, ദൈവസഹായത്തോടെ, പരിശുദ്ധാത്മാ സഹായത്തോടെ തിരിച്ചു വരാൻ പറ്റുള്ളൂ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ അതുകൊണ്ട് തിരിച്ചു വരാൻ പറ്റാതെ ഞെരുങ്ങുന്ന ആൾക്കാരെ കുറ്റപ്പെടുത്തരുത്. അവർക്ക് വേണ്ടി ഇത് കർത്താവ് കരുണ കാണിക്കണേ, സഹായകനെ, പരിശുദ്ധ റൂഹ, പരിശുദ്ധാരി വരട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. നമ്മൾ പ്രാർത്ഥിക്കും എന്താണെങ്കിലൊക്കെ നമ്മുടെ ചില ബലഹീനതയല്ല, ചില അടിമത്തങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ട്. പ്രൈസ് ദി ലോർഡ്. സമയം ഒരുപാടായി, ഞാൻ നിർത്തിയേക്കാം കേട്ടോ. പ്രാർത്ഥിക്കാം, സ്തുതിക്കാവോ? ഹല്ലേലൂയ. കുഞ്ഞുങ്ങൾ വേഗം പോരെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു. കർത്താവായ ദൈവമേ, അത്ഭുതകരമായ സാന്നിധ്യം കൃപയും കൊണ്ട് ഞങ്ങൾ എല്ലാവരും നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ പൈശാചിക പീഡകളും, എല്ലാ അന്ധകാരശത്തിന്റെ ഉപദ്രവങ്ങളും, എല്ലാ ശല്യങ്ങളും, ബാധകളും, ഭൂതങ്ങളും, തടസ്സങ്ങളും, കുടുംബങ്ങളും യേശുവിന്റെ നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച് കുരിശിന്റെ ഇവിടേക്ക് ആട്ടി പായിക്കട്ടെ. കർത്താവ് ശുശ്രൂഷകളെല്ലാം സംബന്ധിക്കാൻ തക്കവ ദൈവത്തിന്റെ കൃപ വ്യാപരിക്കട്ടെ. കർത്താവ് മക്കളില്ലാത്ത ദമ്പതികള്, കർത്താവ് കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകാൻ ഒരുങ്ങുന്നവര്, പ്രഗ്നന്റ് ആയിരിക്കുന്നവർക്ക് ഈ ദിവസങ്ങൾ പ്രാർത്ഥിച്ചൊരുങ്ങാൻ പ്രത്യേക കൃപ ലഭിക്കട്ടെ. മക്കളില്ലാത്ത ദമ്പതികളെ ഓർത്ത് ഈ നാളുകൾ പ്രാർത്ഥിക്കാൻ ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ. കർത്താവ് ഇപ്പോൾ പറയപ്പെട്ട ധ്യാനങ്ങളിലൊക്കെ സംബന്ധിക്കാനുള്ള വാതിലുകൾ, വഴികൾ നിങ്ങൾക്ക് ഈശോ തുറന്നു തരട്ടെ. നിങ്ങളെ, നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളുടെ നിയോഗങ്ങളെ ആശീർവദിക്കുന്നു. നമ്മുടെ കർത്താവ് വിശ്വമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസം നിങ്ങൾ എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കും, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.